വിവാദ ഫത്വയുമായി സിംസാറുൽ ഹഖ് ഹുദവി വീണ്ടും പലവരു അബദ്ധജടിലമായ ഫത്വകളിറക്കി വിശ്വാസികളുടെയും സോഷ്യൽ മീഡിയയുടെയും രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ഹുദവിയുടെ പുതിയ വിവാദ ഫത്വ നായ തൊട്ടാൽ എങ്ങനെ ശുദ്ധിയാക്കണം എന്നതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഹുദവിയുടെ വിവാദ ഫത്വ കേൾക്കാം. നായ തൊട്ടാലുള്ള മസാലയെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ 7 പ്രാവശ്യം കഴുകണം, ഇഹ്ദാഹുന്ന, അല്ലെങ്കിൽ 5 പ്രാവശ്യം, ഒരു പ്രാവശ്യം അതിൽ എന്ത് ചെയ്യണം, മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞ മസാല ഒന്ന് വിശദമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നൊക്കെ മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞ വിഷയമാണത്. അപ്പോൾ മണ്ണുപയോഗിച്ച് ഒരു പ്രാവശ്യം മണ്ണുകൊണ്ട് ബാക്കി തവണ വെള്ളം കൊണ്ടും കഴുകിയാൽ ആ വിഷയം എന്ത് ചെയ്യും, പരിഹരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. ഈ മണ്ണ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ആധുനിക ആലിമീങ്ങളിൽ വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെ ഒരു മനുഷ്യന് എന്ത് പറ്റും, മണ്ണിന് പകരം ഒരാൾക്ക് ഡിറ്റർജന്റ്, അതിന്റെ പകരം നമ്മൾ സോപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള കഴുകാൻ ഉപയോഗിക്കുന്ന അഴുക്ക് നീക്കിക്കളയുന്ന സാധനങ്ങൾ, ഡിറ്റർജന്റ് എന്ന് മൊത്തത്തിൽ പറയുന്ന വിഷയങ്ങൾ, അതിന്റെ പകരം ഉപയോഗിച്ചാലും ഇൻഷാ അല്ലാഹ് അതിൽ എന്തില്ല, വിരോധമല്ല, ആ വിഷയത്തിൽ അത് പരിഹരിക്കപ്പെടും എന്ന് ഉലമാഇന് അഭിപ്രായമുണ്ട്. അത് അറിയിക്കുകയാണ്. എന്നാൽ പ്രവാചകർ വ്യക്തമായി പറഞ്ഞതിനെതിരും മുൻഗാമികളായ ഇമാമുമാരും ഇന്നുവരെയുള്ള പണ്ഡിതന്മാരാരും നൽകിയിട്ടില്ലാത്തതുമായ ഹുദവിയുടെ ഫത്വയെക്കുറിച്ച് ദുബൈ ICF കാര്യദർശി സലാം സഖാഫി വള്ളലശ്ശേരി പ്രതികരിക്കുന്നു. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. 3 പ്രാവശ്യം എന്നത് എന്റെ നേരത്തെ വോയിസിൽ വന്നത് അത് അബദ്ധമാണ്, തിരുത്തി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമാണ്. ഇത്രയും കാലമായി നാം പഠിച്ചതും അനുവർത്തിച്ചതും അതുതന്നെയാണ്. കേരളീയ സമൂഹത്തിൽ ഇതിനെതിരായിട്ട് ഇന്ന് വരെ ഒരാളും ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മണ്ണിന് പകരം മറ്റു വല്ലതും മതിയാകുമോ എന്നത് ഒരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല, അതൊരു പുതിയ കണ്ടുപിടുത്തമായി അവതരിപ്പിക്കേണ്ടതുമില്ല. ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായവുമല്ല അത്. മുൻകാല പണ്ഡിതരിൽ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ബാലിശമാണ്, ബലഹീനമാണ്, ലൈഫാണ്. സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. ഇസ്ലാമിന്റെ മുഖം, കർമ്മശാസ്ത്രത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള സംസാരങ്ങളാണ് ഇതൊക്കെ. ഇതൊരിക്കലും അനുവദിക്കപ്പെടാൻ കഴിയില്ല. ഇതിന് തടയിടേണ്ടതാണ്. പൊതുസമൂഹം ഇതിൽ വഞ്ചിതരാവാനും പാടില്ല. ബലഹീനമായ അഭിപ്രായങ്ങൾക്ക് പിന്നാലെ പോകുന്നതും സൗകര്യമനുസരിച്ച് മദ്ഹബ് മാറുന്നതൊക്കെ ഫാസിക്കാവാൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഇസ്ലാമിനോടുള്ള ഗാംഭീര്യവും കർമ്മശാസ്ത്രത്തോടുള്ള ബഹുമാനവും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ ഏത് കോണിൽ നിന്നാണെങ്കിലും അപലപനീയമാണ് എന്നേ അതിനെപ്പറ്റി പറയാറുള്ളൂ. പിന്നെ മദ്ഹബിലെ മറ്റോ ലൈഫൊക്കെ എടുത്തു പറഞ്ഞിട്ട് ആളാകുന്ന ഒരു സമ്പ്രദായം, ഒരു സ്വഭാവം ഇന്ന് പൊതുവെ കണ്ടുവരികയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന വസ്തുതയും കൂടി ഓർമ്മിക്കേണ്ടതാണ്. മൊബൈലിലൂടെയുള്ള നിക്കാഹ്, സ്പ്രേ ഉപയോഗം, ഷിയാക്കളോട് സലാം ചെല്ലൽ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വിവാദ പ്രസ്താവനകൾ ഇറക്കി ആളാവാൻ ശ്രമിക്കുന്ന ഹുദവിയുടെ ഫത്വയിൽ വിശ്വാസികൾ വഞ്ചിതരാവരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നൊക്കെ മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞ വിഷയമാണത്. അപ്പോൾ മണ്ണുപയോഗിച്ച് ഒരു പ്രാവശ്യം മണ്ണുകൊണ്ട് ബാക്കി തവണ വെള്ളം കൊണ്ടും കഴുകിയാൽ ആ വിഷയം എന്ത് ചെയ്യും, പരിഹരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. ഈ മണ്ണ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ആധുനിക ആലിമീങ്ങളിൽ വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെ ഒരു മനുഷ്യന് എന്ത് പറ്റും, മണ്ണിന് പകരം ഒരാൾക്ക് ഡിറ്റർജന്റ്, അതിന്റെ പകരം നമ്മൾ സോപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള കഴുകാൻ ഉപയോഗിക്കുന്ന അഴുക്ക് നീക്കിക്കളയുന്ന സാധനങ്ങൾ, ഡിറ്റർജന്റ് എന്ന് മൊത്തത്തിൽ പറയുന്ന വിഷയങ്ങൾ, അതിന്റെ പകരം ഉപയോഗിച്ചാലും ഇൻഷാ അല്ലാഹ് അതിൽ എന്തില്ല, വിരോധമല്ല, ആ വിഷയത്തിൽ തിരുത്തി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമാണ്. ഇത്രയും കാലമായി നാം പഠിച്ചതും അനുവർത്തിച്ചതും അതുതന്നെയാണ്.
കേരളീയ സമൂഹത്തിൽ ഇതിനെതിരായിട്ട് ഇന്ന് വരെ ഒരാളും ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മണ്ണിന് പകരം മറ്റു വല്ലതും മതിയാകുമോ എന്നത് ഒരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല. അതൊരു പുതിയ കണ്ടുപിടുത്തമായി അവതരിപ്പിക്കേണ്ടതുമില്ല. ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായവുമല്ല അത്. മുൻകാല പണ്ഡിതരിൽ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ബാലിശമാണ്, ബലഹീനമാണ്, ലൈഫാണ്. സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. ഇസ്ലാം അത് പരിഹരിക്കപ്പെടും എന്ന് ഉലമാഇന് അഭിപ്രായമുണ്ട്. അത് അറിയിക്കുകയാണ്. എന്നാൽ പ്രവാചകർ വ്യക്തമായി പറഞ്ഞതിനെതിരും മുൻഗാമികളായ ഇമാമുമാരും ഇന്നുവരെയുള്ള പണ്ഡിതന്മാരാരും നൽകിയിട്ടില്ലാത്തതുമായ ഹുദവിയുടെ ഫത്വയെക്കുറിച്ച് ദുബൈ ICF കാര്യദർശി സലാം സഖാഫി വള്ളലശ്ശേരി പ്രതികരിക്കുന്നു. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. 3 പ്രാവശ്യം എന്നത് എന്റെ നേരത്തെ വോയിസിൽ വന്നത് അത് അബദ്ധമാണ്. വിവാദ ഫത്വയുമായി സിംസാറുൽ ഹഖ് ഹുദവി വീണ്ടും പലപൊരു അബദ്ധജടിലമായ ഫത്വകളിറക്കി വിശ്വാസികളുടെയും സോഷ്യൽ മീഡിയയുടെയും രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ഹുദവിയുടെ പുതിയ വിവാദ ഫത്വ നായ തൊട്ടാൽ എങ്ങനെ ശുദ്ധിയാക്കണം എന്നതിനെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഹുദവിയുടെ വിവാദ ഫത്വ കേൾക്കാം. നായ തൊട്ടാലുള്ള മസലയെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ 7 പ്രാവശ്യം കഴുകണം. ഇഹ്ദാഹുന്ന അല്ലെങ്കിൽ 5 പ്രാവശ്യം, ഒരു പ്രാവശ്യം അതിൽ എന്ത് ചെയ്യണം, മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞ മസല ഒന്ന് വിശദമായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ വേണ്ടി